81 സങ്കീർത്തനം 14 വാക്യം. ഈ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണ് പറയണത്. എന്താ പറയണത്? സങ്കീർത്തനം 81, 14, 13 തൊട്ടുണ്ട്. 81, 13, 14 എന്താ പറയണത്? എൻ്റെ ജനം, ഏറ്റു പറഞ്ഞ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതാണ് സംഭവം. അല്ലാതെ ഒറ്റപ്പെട്ട കാനായിലെ വിഷയമല്ല ഇത്. പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു നിലപാടാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നെന്താണ്? 83 സങ്കീർത്തനം 81, 13 എന്താ പറയണത്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഏറ്റു പറഞ്ഞേ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എൻ്റെ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. അത്രേ ഉള്ള സംഭവം. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിവേഗം. അതാണ് സമയച്ചുരുക്കം. ഉടമ്പടിയുടെ സമയച്ചുരുക്കം അതാണ്. എന്താണ്? 81, 14 ഏറ്റു പറഞ്ഞ്, അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പൊ ദൈവമാണത് ചെയ്യണത്. അപ്പം നമ്മൾ ദൈവവചനത്തോട് വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം സമയച്ചുരുക്കം കാണിക്കും. ഇത് സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാനും അതിവേഗമാക്കാനുമുള്ള ഒരു സംവിധാനമാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒരു സിമ്പിളാണ്. അപ്പോഴേ ചില ആൾക്കാർ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കും. പിന്നെ ആദ്യ ഘട്ടമൊക്കെ കേൾക്കും, രണ്ടാം ഘട്ടത്തിൽ പബ്ബടിക്കും. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് വരുന്നൊരു കുഴപ്പം ഇതാണ് വെച്ചാൽ ആദ്യ ഘട്ടം ഭയങ്കര ഉശിരോടുകൂടി കേൾക്കും. രണ്ടാം ഘട്ടം വരുമ്പോൾ അവർ തളരും. എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാൽ അവർ ഉറങ്ങുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഉറക്കം? കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് എപ്പോഴാണ്? ശിഷ്യന്മാർ എപ്പോഴും കർത്താവിൻ്റെ വാക്ക് അവർ കേട്ടായിരുന്നല്ലേ. കർത്താവിൻ്റെ വാക്ക് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കാതിരുന്നത് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാർ വെച്ചാൽ യൂദാസൊന്നുമല്ല. യൂദാസ് പണ്ടേ കേട്ടിട്ടില്ല. അതേപോലെ അവൻ ശിഷ്യനായിട്ട് നമുക്ക് കൂട്ടിയിട്ടില്ല, കർത്താവും കൂട്ടിയിട്ടില്ല. ബാക്കി 11 പേരുണ്ടല്ലോ. ഈ 11 പേര് കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. എവിടെ വെച്ചാണത്? ഗെത്സേമനിൽ വെച്ച് കർത്താവ് എന്താ പറഞ്ഞത്? 1 മണിക്കൂറെങ്കിലും നിങ്ങളെ എന്നോട് കൂടെ ഉണർന്നിരിക്കണം. അപ്പോഴേ പക്ഷേ കർത്താവ് വീണ്ടും വരുമ്പോൾ പത്രോസൊക്കെ ഭയങ്കര ഗുർഗം ഭരിച്ചുറങ്ങുകയാണ്. കർത്താവ് കേട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ല, വചനം കേട്ടില്ല. അവർ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിലെന്ന് പറഞ്ഞില്ലേ. 81:13 എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ശുസി ഒന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ മക്കളെ, എന്തുകൊണ്ട് കർത്താവ് തൻ്റെ വാക്ക് നമ്മളോട് പറയാൻ കാരണം എന്താ? എൻ്റെ ജനമായതുകൊണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ ജനം. ആ വാക്ക് എന്ത് ഇൻറ്റിമസിയാണെന്നറിയാവോ? ഈ വചനം പാലിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എന്താ പറയണത്? വൈ ഐ ആം ഗിവിങ് യു മൈ വേർഡ് ബിക്കോസ് യു ആർ മൈ പീപ്പിൾ. എൻ്റെ ജനം എന്നാണ് പറയണത്. ഉടമ്പടി സ്വന്തമാക്കും നമ്മളെ ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പറയണത് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം. കാര്യം എന്താണ്? അതിവേഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി വെമ്പല കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിലുള്ളത്. അല്ലാതെ നമുക്ക് നിയമം തന്നിട്ട് നമുക്ക് നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയല്ല. പോലീസൊന്നുമല്ല ദൈവം. അതായത് നമ്മളുടെ ജീവിതത്തിൽ യു മസ്റ്റ് റീഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം
ഇടപെടാൻ വേണ്ടി കൊതിച്ച് വെമ്പി നിൽക്കുന്ന ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജനമെന്ന് പറയുന്നത്. എൻ്റെ ജനം, എൻ്റെ കർത്താവ് നമ്മൾ പറയുന്ന പോലെ തിരിച്ചും പറയണത് എൻ്റെ ജന എന്ന് പറഞ്ഞു. എൻ്റെ ജോസഫ്, എൻ്റെ മനോജ്, എൻ്റെ സന്തോഷ്, എൻ്റെ എഡ്വേഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ചെറുത പറയണത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അതിന് നമുക്ക് ദൈവസ്നേഹം വേണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്നല്ലേ പറയണത്. 5:42 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല എന്നാണ്. ദൈവസ്നേഹം, അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 5:42. ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല, നിങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ട, എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന്. ദൈവസ്നേഹം ഇല്ലാത്തടത്തുനിന്ന് ദൈവസ്തുതികൾ ആവശ്യപ്പെടത്തില്ല, ദൈവസ്തുതികൾ അംഗീകരിക്കത്തില്ല. കാര്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്താൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹമെന്ന പുണ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കാൻ കൃപ ചൊരിയണമേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴ് ദൈവസ്നേഹം നഷ്ടപ്പെടും. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ മഹത്വം, ഞാൻ നിങ്ങളിൽ നിന്ന് മഹത്വം അന്വേഷിക്കണില്ല, സ്തുതിപ്പ് അന്വേഷിക്കണില്ല, പ്രാർത്ഥന അന്വേഷിക്കണില്ല. എന്താ കാരണം? നിങ്ങൾ ദൈവസ്നേഹമില്ല. അതാണ് യോഹന്നാൻ 5:42. അപ്പോൾ നമ്മളിൽ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളിലും ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ്. ഇന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഉടമ്പടി എടുത്തവരും ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ പോകുന്നവരും എല്ലാവരിലും ദൈവസ്നേഹം നിറക്കണമേ. അങ്ങയുടെ വചനം അതുപോലെ നിവർത്തിയാക്കാൻ ഞങ്ങളിൽ ദൈവസ്നേഹം നിറക്കണമേ. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങളിലെ ദൈവസ്നേഹം നിറക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയുന്നതിനായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രിയബന്ധുവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ ഇടയാക്കണമേ. ശ്രുതികട ദൈവസ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ആയിരിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവനാഥ ലോകനാഥ ആരാധിച്ചു ആരാധനയും സ്തുതിയും ജീവനാഥ ലോകനാഥ ആരാധിച്ചു ആരാധനയും സ്തുതിയും ജീവനാഥ ലോകനാഥ ആരാധിച്ചു
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു മക്കളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം സമർപ്പിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.